വാർത്തകളിൽ മുഴുവൻ കൗമാരക്കാരാണ്. താമരശ്ശേരിയിലെ ഷഹബാസ്, പിന്നെ വെഞ്ഞാറമൂട്ടിലെ 21-കാരൻ. മുതിർന്നവരെല്ലാം രാഷ്ട്രീയ, മത, വാട്സാപ്പ് ഗ്രൂപ്പ് ചർച്ചകളിൽ തിരക്കിലാണ്. അവഗണിക്കപ്പെട്ട കുട്ടികൾ അവർക്കു തോന്നിയ വഴികളിലേക്ക് നീങ്ങിയെന്ന് വേണം കരുതാൻ. കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് മാതാപിതാക്കൾക്ക് അറിവില്ല. അധ്യാപകരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാനോ അവ സോൾവ് ചെയ്യാനോ ഇന്നത്തെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് എന്നത് അധ്യാപകരും മാതാപിതാക്കളും ചേർന്ന് കുട്ടികളെ പരിശീലിപ്പിക്കേണ്ട ഒന്നാണ്. കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, സുഹൃത്ത് ബന്ധത്തിലെയോ ലവ് ലൈഫിലെയോ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം. സെക്ഷ്വൽ വിഷയങ്ങളിലുള്ള അവരുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യേണ്ടത് അധ്യാപകരോ രക്ഷിതാക്കളോ ആണ്. മാർക്കോയും സ്ക്വിഡ് ഗെയിമുമൊക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അതവരെ സ്വാധീനിക്കുന്നു എന്നത് ശരിയാണ്. മാർക്കോ സിനിമയിലെ ശരിതെറ്റുകൾ വിശദീകരിക്കേണ്ടത് അധ്യാപകരോ മാതാപിതാക്കളോ തന്നെയാണ്. കാലം മാറിയിരിക്കുന്നു, കുട്ടികൾ മാറിയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മുടെ പാരന്റിംഗ് മാറേണ്ടതുണ്ട്. നമ്മുടെ അധ്യാപന രീതിയിലും മാറ്റം വേണം. നഞ്ചക്ക് വാങ്ങിച്ചു കൊടുത്ത മാതാപിതാക്കൾക്ക് അത് എപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്നതും പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്.